എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചാണക്യനീതിയിൽ പറയുന്ന ദാമ്പത്യബന്ധം പൂത്തലയുന്ന അഥവാ നിങ്ങളുടെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ഉതകുന്ന ചില വഴികളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജീവിതത്തിൽ വിജയവും സന്തോഷവും നേടുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. തന്റെ വിവാഹ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലും ഒരു പ്രശ്നമുണ്ടാകരുതെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക. ജീവിതം സന്തോഷകരമാക്കാൻ ആളുകൾ പുതിയ ശ്രമങ്ങൾ നടത്തും. അത്തരമൊരു സാഹചര്യത്തിൽ ചാണക്യന്റെ ചില വാക്കുകൾ നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമാകും. ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ അത്തരം നിരവധി കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമാകാൻ സഹായിക്കും. നിങ്ങളുടെ ഭാര്യയെ സന്തോഷിപ്പിക്കാനും മികച്ചൊരു ദാമ്പത്യ ജീവിതം നേടാനുമായി ചാണക്യൻ പറയുന്ന ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. അതിൽ ഒന്നാമതായി ബഹുമാനം നൽകുക. ഭാര്യയെ ആയാലും കാമുകിയെ ആയാലും എപ്പോഴും ബഹുമാനത്തോടെ പരിചരിക്കുന്ന വ്യക്തികളുടെ ബന്ധം വളരെ ശക്തമായിരിക്കുമെന്നാണ് ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അത്തരമൊരു വ്യക്തിക്ക് തിരിച്ചും ബഹുമാനവും ലഭിക്കുന്നു. അത്തരക്കാരുടെ പ്രണയ ജീവിതം എപ്പോഴും സന്തോഷകരവുമായിരിക്കും. രണ്ടാമതായി സത്യസന്ധരായിരിക്കുക. ചാണക്യ നയം അനുസരിച്ച് ഒരു ബന്ധത്തിൽ സത്യസന്ധത പുലർത്തേണ്ടത് വളരെ പ്രധാനമാണ്. പങ്കാളിയുമായി സത്യസന്ധമായ ബന്ധം പുലർത്തുന്ന വ്യക്തികളുടെ ബന്ധം ഒരിക്കലും തകരില്ല. അത്തരം ആളുകളുടെ പങ്കാളികൾ എപ്പോഴും അവരെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രണയ ജീവിതമോ ദാമ്പത്യ ജീവിതമോ സന്തോഷകരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ സത്യസന്ധത പുലർത്തുക. മൂന്നാമതായി ശാരീരിക സന്തോഷം നൽകുക. ചാണക്യനീതിയുടെ അഭിപ്രായത്തിൽ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് ശാരീരികവും വൈകാരികവുമായ സന്തോഷം വളരെ പ്രധാനമാണ്. ഇതോടൊപ്പം ശാരീരിക സംതൃപ്തിയും ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷത്തിന്റെ രഹസ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളിയുടെ ശാരീരികവുമായ സന്തോഷം കൂടി ശ്രദ്ധിക്കുക. നാലാമതായി സംരക്ഷണം നൽകുക. ചാണക്യൻ പറയുന്നത് ഒരു വ്യക്തി തന്റെ ഭാര്യയെയോ കാമുകിയെയോ സുരക്ഷിതനാക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതം വളരെ നല്ലതായിരിക്കുമെന്നാണ്. കാരണം ഒരു ഭാര്യ എപ്പോഴും തന്റെ ഭർത്താവിൽ ഒരു പിതാവിന്റെ പ്രതിച്ഛായ കാണുന്നുണ്ട്. അത് അവൾക്ക് സംരക്ഷണം നൽകുമെന്ന് അവർ വിശ്വസിക്കുന്നു. 5. പരസ്പര ആവശ്യങ്ങൾ മനസ്സിലാക്കുക. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പങ്കാളികളായി മാത്രമല്ല സുഹൃത്തുക്കളായി ജീവിക്കണമെന്നാണ്. നല്ലതും ചീത്തയുമായ സമയങ്ങളിൽ പരസ്പരം പരിപാലിക്കുന്നവരാണ് നല്ല സുഹൃത്തുക്കൾ. പരസ്പര ആവശ്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ചെയ്താൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ദൃഢമാകുമെന്ന് ഉറപ്പാണ്. അടുത്തതായി മത്സരിക്കരുത്. അതെ, ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പൂരകങ്ങളായിരിക്കണം, എതിരാളികളായിരിക്കരുത്. ഭാര്യയും ഭർത്താവും ഒരു വണ്ടിയുടെ 2 ചക്രങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഏതെങ്കിലും ജോലി പൂർത്തിയാക്കണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ മത്സരാർത്ഥികളായിട്ടല്ല, ഒരു ടീമായി പ്രവർത്തിക്കണം. അടുത്തതായി സ്വകാര്യത. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചില രഹസ്യങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. തങ്ങളുടെ രഹസ്യം മൂന്നാമതൊരാളിലേക്ക് എത്താതിരിക്കാൻ ഇരുവരും ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഭാര്യയോ ഭർത്താവോ തമ്മിലുള്ള കാര്യങ്ങൾ എപ്പോഴും തങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുന്നവരാണ് എപ്പോഴും സന്തുഷ്ടരെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.